സുഹൃത്തുക്കൾ, ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ മലപ്പുറം നാദപുരം എന്ന സ്ഥലത്ത് TIM എന്നൊരു സംഘടനയെക്കുറിച്ചാണ്. അവർ ഈ നാദപുരത്തും പരിസര പ്രദേശത്തുമുള്ള മുതിർന്ന പൗരന്മാരെയും വനിതകളെയും ഒപ്പം നടക്കാൻ ശേഷിയില്ലാത്തവരും വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയെക്കുറിച്ചുള്ളതാണ്. എനിക്ക് പത്രത്തിൽ നിന്നും വായിച്ചറിഞ്ഞതാണ്. വളരെ കൗതുകം തോന്നി അത് വായിക്കാൻ. കാരണം ഇങ്ങനെയുള്ള സംഘടനകൾ, ഇവർ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റും ഈ സംഘടനയ്ക്ക് കീഴിൽ നടക്കുന്നുണ്ട്. പല ആൾക്കാരും കൂടെ ചേർന്ന് അവരുടെ പരിശ്രമത്തിലൂടെ പ്രോഗ്രാം ചെയ്തെടുത്ത ഒരു പരിപാടിയായിരുന്നു അവർ അവിടെ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 2 ദിവസം നീളുന്ന പരിപാടിയിൽ അവിടെ വന്ന് അതിൽ പങ്കുചേരാൻ സാധിച്ച എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. അവർ 2 ദിവസം അവർ വളരെ സന്തോഷമുള്ളായ നിമിഷങ്ങളായിരുന്നു തരണം ചെയ്തത്. അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഈ സംഘടന ഒരുക്കിയിരുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ അവർക്കൊരിക്കലും ലഭിക്കാത്ത അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു, ഒരു അന്തരീക്ഷമായിരുന്നു ഈ സംഘടന അവിടെ ചെയ്ത് തീർത്തത്. വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പല വീടുകളിലും പ്രായാധിക്യം കൊണ്ട് വലയുന്നവരും വീടിന് പുറത്തു പോകാൻ സാധിക്കാതെ ആ വീട്ടിൻ്റെ വരാന്തയിലോ അല്ലെങ്കിൽ മാഞ്ചോട്ടിലോ ഇരുന്നു സമയം കളയുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ ഈ സംഘടന, അതായത് ഈ TIM എന്ന സംഘടന ചെയ്യുന്നത് പോലുള്ള നല്ല കാര്യങ്ങൾ, പുണ്യപ്രവൃത്തികൾ ചെയ്താൽ കാലത്തിലേക്ക് ഇവിടെ നിന്നും വിട പറയുന്നതിന് മുൻപ് 2-3 ദിവസങ്ങളെങ്കിലും അവരുടെ പോയ കാലങ്ങളെ സ്മരിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ കാണാനും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷിക്കും. കാരണം അവരെ മറക്കപ്പെടുന്നില്ല, അവരെ തഴയപ്പെടുന്നില്ല, അവരെ ഇന്നും ആദരിക്കുന്നു. അവരുടെ സുഖത്തെയും സന്തോഷയും ആഗ്രഹിക്കുന്ന പലരും ഈ ലോകത്തുണ്ടെന്നുള്ളൊരു സന്തോഷം അവരിലുണ്ടാകും, ഒരു തോന്നൽ അവരിലുണ്ടാകും. സോ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ ഒന്ന് ചെയ്യേണ്ടത്, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സംഗമങ്ങൾ ഒരു സ്പർശന സാഹചര്യം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പരിസരത്തുള്ള പലരും പല കാരണങ്ങളാൽ വീട്ടിൽ കുടുങ്ങിപ്പോയവരുണ്ട്. അവരെ ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. അതൊരു പക്ഷേ അവരുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയിരിക്കാം. ഇങ്ങനെയുള്ളവരെ വല്ലപ്പോഴും വിളിച്ച് ഒരിക്കലെങ്കിലും 1-2 ദിവസം ഒരു കൂട്ടായ്മയിലൂടെ അവരെ ഒരുമിപ്പിച്ച് അവരെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒക്കെ ഒരു ലോകത്തേക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് സ്നേഹമുള്ളവരോട് പറയുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംവിധാനങ്ങളോ ക്ലബ്ബോ അല്ല മറ്റെന്തെങ്കിലും കൂട്ടായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ, എവിടെയും മോസ്റ്റ്ലി എല്ലാ സ്ഥലങ്ങളിലും
ഈ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നുള്ള ഒന്നുണ്ട്. അങ്ങനെ ഒരു 2-3 അസോസിയേഷൻ ഒന്നായി ചേർന്ന് ഒരു കൂട്ടായ്മ, ഇതിലേക്ക് വേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഒരു നല്ലൊരു സംവിധാനം ഏർപ്പെടുത്തിയാൽ പ്രായമായവരെയും വികലാംഗരെയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഒപ്പം കൂട്ടി അവർക്ക് വേണ്ടി ഒരു 2-3 ദിവസം അവർക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ അതിന് നടത്തിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അതൊരു പുണ്യമായി ഉണ്ടാകും. ആ ഒരു പുണ്യകർമ്മം, ആ പുണ്യകർമ്മത്തിന് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഫലവും കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗത്തായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത് നന്നായിരിക്കും. അതിൽ കഴിയുന്നതും ബുദ്ധിമുട്ടുന്നവരെ, പ്രായമായവരെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചാൽ ഈ വീഡിയോ മറ്റു പലരിലേക്കും എത്തിക്കാനും സാധിക്കുന്നു. അവസാനമായി ഈ സംഘടനയ്ക്ക്, അതായത് TIM എന്ന സംഘടനയ്ക്ക് നമുക്കെല്ലാം നമ്മുടെ അഭിവാദനങ്ങൾ അർപ്പിക്കാം. മേലിലും അവർക്കിങ്ങനെയുള്ള സംരംഭങ്ങൾ വർഷത്തിലൊരിക്കൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ, അതിനുള്ള ശക്തി ഉണ്ടാകട്ടെ, അതിന് എല്ലാ പൊതുജനങ്ങളുടെയും സപ്പോർട്ടും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.